നമ്മുടെ പഴയ ക്ലീശ കഥ തന്നെയാണ്. എന്താണ് നമ്മൾ അനാക്കൊണ്ടിലെ കണ്ട പോലെ ഒരു കഥ തന്നെയാണ്. പക്ഷേ ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനുണ്ട്. ഒരു ഡൈനോസർ ആണും പെണ്ണും ഉണ്ടെങ്കിലല്ലേ ഡൈനോസർമാർ ഒരുപാട് ഉണ്ടാവുള്ളൂ. തിയേറ്റർ എഫക്റ്റിന് എല്ലാവർക്കും അത് കാണാം. ആവറേജ് ആണ്. വൺ ടൈം വാച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് ഓവറായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ ഒന്ന് വന്ന് കാണുക. ഓക്കെ മൂവി, അതായത് കുഴപ്പമില്ല. നമ്മുടെ 1993 ആ പാട്ടിൻ്റെ ഒരു അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ആ ഒരു പാട്ട് അത്രയൊക്കെ പ്രതീക്ഷിച്ച് വന്നാൽ എനിക്കറിയില്ല എത്രത്തോളം ഇഷ്ടപ്പെടും. ഇറ്റ്സ് ആൻ ഓക്കെ മൂവി. ഇതിൻ്റെ മുന്നേ വന്ന ഭാഗം അതുമായിട്ട് ബന്ധമൊന്നുമില്ല, വേറെ സ്റ്റോറി വേറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലാസ്റ്റ് വന്ന ആ ഒരു പാട്ടെന്ന് വെച്ചാൽ സ്ട്രിക്ട്ലി ആവറേജ് ആയിരുന്നു. അതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്ററാണ്. അവൻ ഒരു ഓക്കെ മൂവി. കാരണം സ്റ്റോറി ലൈനാണെങ്കിലും അങ്ങനെ കാര്യമായ മാറ്റങ്ങളില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ വിഷ്വൽസ് ആണെങ്കിലും ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഉള്ള പാർട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ചെറിയ ചെറിയ പുതുമകളുണ്ട്. ഓവറോൾ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ സ്കാർലറ്റ് ജൊഹാൻസൺ വന്നത് ഓക്കെ എന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ മുന്നത്തെ പാട്ടിലെ ബ്രൈസ് ഡെല്ല ഹോവാർഡായിരുന്നു കുറച്ചും കൂടെ മനസ്സിൽ പതിഞ്ഞ ഒരു ഫീമെയിൽ ലീഡ്. ജൊനാഥൻ ബെയ്ലി ഓക്കെയാണ്. ടോട്ടലി ഓക്കെ മൂവി അത്രേ പറയാൻ പറ്റൂ. കാരണം നമുക്ക് ഒരിക്കലും 1993 ആ ഒരു പേർഡൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജിയും CG ഒന്നും ഇല്ല. ബട്ട് അവരത് മനോഹരമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതൊരു ഓക്കെ മൂവി, അങ്ങനെ പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. എൻ്റെ സംഭവം നമുക്ക് അവസാനം എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ഇതിൻ്റെ മുന്നത്തെ ഭാഗങ്ങളൊക്കെ പോലെ തന്നെയാണ്. പുതുമ എന്ന് പറയാനൊരു സാധനമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓവറായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ ഒന്ന് വന്ന് കാണുക. ഓക്കെ ആയിരിക്കും. ഡൈനോസറാണോ? ഒന്നും കൊള്ളൂലടാ. പ്രതീക്ഷിച്ച് നമ്മളെ കണ്ട പഴയ സ്ഥിരം മല്ലവി തന്നെ. ഡൈനോസർ അപ്പൂപ്പനായി. അതുപോലെ തന്നെ അതിൽ ഒരു ഡൈനോസർ ആണും പെണ്ണും ഉണ്ടെങ്കിലല്ലേ ഡൈനോസർമാർ ഒരുപാട് ഉണ്ടാവുള്ളൂ. അവരൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയായി. ഇതൊക്കെ നിർത്തി പോകാൻ പറയും. ഇതൊക്കെ പണ്ടത്തെ കാലമാണ്. പണ്ടാണെങ്കിൽ വല്ല കൊച്ചു പിള്ളേർക്ക്, ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പിള്ളേർ PUBG കളിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു തോന്നാനടേ? എന്തൊരു ഒന്നുമില്ല, അവർ കോമഡി ആയിട്ട് തോന്നും. ഒന്നും വന്നില്ല. ഒരു തേങ്ങയും വന്നില്ല, ഒരു മാങ്ങയും വന്നില്ല, ഒരു പുളിഞ്ചിക്കയും വന്നില്ല. ജുറാസിക് ഫാൻസിന് ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. നല്ല സിനിമയാണ്. പ്രതീക്ഷ പോലെ ഉണ്ട്. പ്രതീക്ഷയെക്കാളും ഒരു പിടി മുകളിലോട്ടുണ്ട്. നല്ല സിനിമ തന്നെ. അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരുടെ കാര്യം അറിഞ്ഞുകൂടാ. എടുത്തു പറയാനുള്ളത് ബോറൊന്നും അടിച്ചില്ല ബ്രോ. കംപ്ലീറ്റ് നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയത് ഈ മറ്റേ ഡൈനോസറിനെ മ്യൂട്ട് ചെയ്ത് വരുന്ന ഒരു ക്ലൈമാക്സിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മോഹമൊക്കെ ഒരു രസമില്ലായിരുന്നു കാണാനായിട്ട്. ഈ ഡോമിനേഷൻ വെച്ച് നോക്കുമ്പോൾ കിടുവാണ്. ലാസ്റ്റത്തെ ഡോമിനേഷൻ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ പഴയ ക്ലീശ കഥ തന്നെയാണ്. എന്താണ് നമ്മൾ അനാക്കൊണ്ടിലെ കണ്ട പോലെ ഒരു കഥ തന്നെയാണ്. പക്ഷേ ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിള്ളേർക്ക് കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും. 3D അടിപൊളിയായിരുന്നു. ആവറേജ്. പഴയതുപോലെയൊന്നും സ്റ്റോറി ഇല്ല. പഴയ സിനിമകളിൽ അത്ര സ്റ്റോറി ഇല്ല, ജസ്റ്റ് ആവറേജ് ആയിരുന്നു. VFX ഇതെല്ലാം നല്ലതാണ്, വളരെ നല്ലതാണ്. കണ്ടിരിക്കാം. മുമ്പിലത്തെ പാട്ടിൻ്റെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആവറേജ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റർടൈനിങ്.